ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരു കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൈഡ് ഡിഷാണ്. വേറൊന്നല്ല, ചെമ്മീൻ പീര. അപ്പോൾ ചെമ്മീൻ പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. വളരെ സൂപ്പറായിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചെമ്മീൻ പീര തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 250 ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലുള്ള ചേരുവകളും ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ചെറിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ പീര തയ്യാറാക്കുന്നത് നോക്കാം. ചെമ്മീൻ പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്: ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞിട്ട്, കുടംപുളി 1 പീസ്, പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി 2 സ്പൂൺ നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 2 ടീസ്പൂൺ നീളത്തിലരിഞ്ഞത്, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ 4 ടീസ്പൂൺ, നാളികേരം 1 കപ്പ് ചെരുകിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ. ഇനി നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം ഇവ മൂന്നും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. നമ്മൾ അമ്മിയിലൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മിയിലും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒതുക്കിയെടുക്കുമ്പോൾ ഇതിലെ പൊടികളും അതുമാതിരി ജീരകവും നാളികേരത്തിലൊക്കെ നന്നായിട്ടൊന്ന് മയങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതപ്പം നല്ലൊരു ടേസ്റ്റും കൂടിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ചെമ്മീൻ പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കൂടാതെ ബാക്കി നീക്കി വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുടംപുളി, സവാള, വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒതുക്കി വെച്ചിട്ടുള്ള നാളികേരം ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് സ്പൂണോ മറ്റോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവർത്തേക്കും തിരുമ്മി കൊടുക്കണം. അപ്പോൾ കൈകൊണ്ട് നമ്മൾ തിരുമ്മി കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ചേരുവകളും ഈ ചെമ്മീനിലേക്ക് എല്ലാവസ്ഥയ്ക്കും എത്തിക്കൊള്ളും. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. മൂടി വയ്ക്കാതെ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി പോയിട്ട് ഡ്രൈ ആയി അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ടാവും. ഇപ്പോഴും വെന്ത് കിട്ടിയിട്ടൊന്നുമില്ല, കാരണം ചെമ്മീൻ വേവുണ്ട്. അപ്പോൾ വേവ് കൂടുതലാണ്. അപ്പോൾ ഒന്നും കൂടി ഇനി നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കണം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നേരത്തേക്കാളും കുറച്ചും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കേണ്ട. ഒരുവിധമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. വെന്തൊരു മണം വരുമല്ലോ, അതിൻ്റെ നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പീര ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ പീര റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതൊരു 2-3 സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ലൊരു സ്മെല്ലുണ്ടല്ലോ. ഈ സ്മെല്ല് അടിച്ചാൽ തന്നെ നമുക്കൊരു കിണ്ണം ചോറിനാൻ പറ്റും. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ചെമ്മീൻ പീര ചെയ്യാത്തവരും ഒക്കെ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ
ഓക്കെ ബൈ.